ഹൈന്ദവ സഹോദരങ്ങളുടെ ഐക്യം പറഞ്ഞ് വഴിയോരങ്ങളിൽ പ്രസംഗിക്കുകയും വായി തോന്നുന്നതെല്ലാം മറ്റു മതസ്ഥർക്കെതിരെ പറയുകയും ചെയ്യുന്ന ശശികലയുടെ ഒരു ചോദ്യം: നിങ്ങളുടെ ലക്ഷ്യം ഹൈന്ദവ സഹോദരങ്ങളുടെ ഉയർച്ചയാണെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തത്? അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് നന്മ ഈ ലോകത്ത് നിങ്ങൾ ചെയ്തു? ഇന്നും മലമൂത്ര വിസർജനം നടത്തുവാൻ കാടിനെയും റോഡിനെയും ആശ്രയിക്കേണ്ട എത്രയോ ആദിവാസികൾ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നു. ഉടുതുണിയില്ലാതെ വേദനിക്കുന്ന മക്കൾ, കുടിക്കുവാൻ വെള്ളമില്ലാതെ, പാചകം ചെയ്യുവാൻ നല്ല വെള്ളമില്ലാതെ, ശുദ്ധജലം കുടിക്കുവാനില്ലാതെ വേദനിക്കുന്ന എത്രയോ മക്കൾ, നിങ്ങളുടെ സ്വന്തം സഹോദരൻ, നിങ്ങളുടെ രക്തം ജീവിക്കുന്ന സംസ്ഥാനം ഈ നമ്മുടെ നാട്ടിലുണ്ട്. മറ്റു മതസ്ഥരുടെ മേലെ കുതിര കയറാതെ നിങ്ങളുടെ സ്വന്തം സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാൻ നിങ്ങൾ ആദ്യം തയ്യാറാവണം. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്, വർഗീയതയല്ല. നിങ്ങളുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരേണ്ടത്, നിങ്ങളൊരു ടീച്ചറാണെന്ന് നിങ്ങൾക്ക് സ്വയബോധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതും പഠിപ്പിക്കേണ്ടത് സ്നേഹത്തെക്കുറിച്ച്. മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനോ മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് മനുഷ്യരെ അകറ്റി നിർത്താനോ നിങ്ങളുടെ നാവിൽ നിന്നൊരു ശബ്ദം പോലും പുറത്തു വരാൻ പാടില്ല. കാരണം നിങ്ങളൊരു ടീച്ചറാണെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നന്മയാണ്. നിങ്ങൾ വിതയ്ക്കേണ്ടത് ഈ നന്മയുടെ വിത്തുകളാണ്, ഈ സ്നേഹത്തിൻ്റെ വിത്ത്. നിങ്ങൾ നീതി നിഷേധിച്ച നിങ്ങളുടെ സ്വന്തം ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഒരുക്കാത്ത നന്മകൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. നിങ്ങൾ കാട്ടിക്കൊടുക്കാത്ത സ്നേഹത്തിൻ്റെ വിപ്ലവം കാട്ടി. ഞങ്ങൾ ഈ രാജ്യത്തിലേക്ക് വന്നത് 2047 ഇന്ത്യയെ കത്തോലിക്ക രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയല്ല. 2033 കേരളത്തിൽ കത്തോലിക്ക അധികാരം കൊണ്ടുവരാൻ വേണ്ടിയല്ല. ഞങ്ങളുടെ ലക്ഷ്യം അധികാരവും രാജ്യവുമല്ല, ഞങ്ങളുടെ ലക്ഷ്യം സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ വിപ്ലവം തീർത്തവരെയാണ് നിങ്ങൾ തടവിൽ പാർപ്പിച്ചത്. ഈ സ്നേഹത്തിൻ്റെ വിപ്ലവം ചൊരിഞ്ഞവരെയാണ് നിങ്ങൾ ജാമ്യം പോലും നിഷേധിച്ച് അനീതി കാട്ടി തടവറയിൽ കഴിക്കുന്നത്. ശശികളെ, നിങ്ങളുടെ പ്രസ്ഥാനത്തോട് പറയുക. നേതാക്കന്മാരെ, നിങ്ങളുടെ പ്രസ്ഥാനത്തോട് പറയുക. റോമൻ പട്ടാളത്തിന് മുമ്പിൽ പോലും പതറാതെ നിന്ന ക്രിസ്തുവിൻ്റെ രക്തമാണ് ഞങ്ങളുടെ രക്തം. ഈ രക്തം ഒരു പട്ടാളക്കാരൻ്റെ മുമ്പിലും ഒരു ഭരണാധികാരിയുടെ മുമ്പിലും അടിയറവ് വയ്ക്കില്ല. ഈ രക്തം ഞങ്ങളുടെ ശരീരത്തിലുള്ള കാലം നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഞങ്ങളോട് നടക്കും. നാനാഭാഗങ്ങളിലൂടെ നടക്കാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ അയച്ചത്. പോകുവിനെന്ന് പറഞ്ഞ് കർത്താവ് അയച്ചത് നന്മ വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സുവിശേഷം, നല്ല വിശേഷം പറഞ്ഞു നോക്കുവാൻ, അതിനാണ് കർത്താവ് ഞങ്ങൾ അയച്ചത്. അത് ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും, നിങ്ങൾ പീഡിപ്പിച്ചാൽ ഞങ്ങളത് ചെയ്യും. ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഒരിക്കലും വിളിച്ചോളില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം സ്നേഹത്തിൻ്റെ വിപ്ലവം തീർക്കാനാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നീതിക്ക് വേണ്ടി പോരാടുവാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഓരോ കത്തോലിക്കരായ മനുഷ്യരുടെ ഹൃദയങ്ങളിലുണ്ട്. ഓരോ കത്തോലിക്കരായ വൈദികരുടെ സന്യസ്തരുടെ ഹൃദയങ്ങളുണ്ട്. നിങ്ങൾ കാട്ടുന്ന വാളും നിങ്ങളുടെ പീഡനങ്ങളും ഞങ്ങളുടെ ഈ തീരുമാനങ്ങളിൽ ഒരിക്കലും മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും ഞങ്ങൾ സ്വപ്നം കാണുകയും ചെയ്യുന്ന കർത്താവിനോടൊപ്പമുള്ള ജീവിതം ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന് വേണ്ടി സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ ഞങ്ങൾ ഒരു മടിയും. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തുവിനെ നീ വിളിക്കുന്നതെങ്കിൽ നീ എല്ലാ മനുഷ്യരെക്കാളും ഭൂഷണാണെന്ന പൗലോസ്ലിഹ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശക്തി തരും. ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ അല്ല ശശികളെ, ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ അല്ല രാഷ്ട്രീയ നേതാക്കന്മാരെ. ഞങ്ങളുടെ ലക്ഷ്യം വേറെ. ഞങ്ങളുടെ ലക്ഷ്യം ഈ ലോകത്തോ ഈ രാജ്യത്തോ അല്ല. ഞങ്ങളുടെ ലക്ഷ്യം സ്നേഹം മാത്രമായി മാറിയ ക്രിസ്തു. ആ സ്നേഹമാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ സ്നേഹമാണ് ഞങ്ങൾ പങ്കുവച്ചത്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വാളും, ആ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങളുടെ വർഗീയത നശിച്ചു. ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ സ്നേഹം സത്യമാണ്. ഒരിക്കൽ നിങ്ങൾ അനുഭവിക്കും ആ സ്നേഹത്തിൻ്റെ ആഴം.